മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചത്. നിർഭാഗ്യകരം അല്ലെങ്കിൽ ദൗർഭാഗ്യകരം എന്ന് പറയട്ടെ, കേരളത്തിനകത്ത് UDF നേതൃത്വത്തിലുള്ള ഗവൺമെന്റാണ് അധികാരത്തിൽ വന്നത്. ആ അധികാരത്തിൽ വന്ന് നമുക്കറിയാം, ഏത് രാഷ്ട്രീയമാകട്ടെ അല്ലെങ്കിൽ ആര് ഭരിച്ചോട്ടെ, നമുക്ക് സ്വീകാര്യമായ അല്ലെങ്കിൽ നാടിന് ഉചിതമായ ജനങ്ങൾക്ക് ഉപകാരമായ പദ്ധതികൾ ആര് കൊണ്ടുവന്നാലും ആ പദ്ധതിയെ സ്വാഗതം ചെയ്യുന്നവരാണ് നമ്മൾ എന്നറിയാം. പക്ഷേ ഈ കേരളത്തിനകത്ത് അവർ സ്ത്രീകൾക്കായി വലിയൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന ഒരു പദ്ധതി അല്ലേ? എന്താണ്? സ്ത്രീകളെ ആവേശത്തോടെ ഘോരം പറയുന്ന ഒരു പദ്ധതി പ്രിയദർശിനി ഇല്ലേ? ഇവിടെ ഗുണം കിട്ടാതെ വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ മൂക്കന്നൂർ പഞ്ചായത്തിലെ എത്രത്തോളം സ്ത്രീകൾക്കാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ കിട്ടിയിരുന്നത്, അതിനെ അട്ടിമറിച്ചുകൊണ്ട് അതിന്റെ കിടക്കൽ കട്ടിവെച്ചുകൊണ്ടാണ് ഇന്നത്തെ UDF ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പ്രിയദർശിനിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന്റെ ഉപകാരം കിട്ടുന്ന അമ്മമാരും സ്ത്രീകളും ധാരാളമായിട്ട് നമ്മുടെ കേരളത്തിനകത്ത് ഉണ്ടാകും. പക്ഷെ എങ്ങനെയുള്ളവരാ ഭൂരിഭാഗം ആളുകളും? നമ്മളത് പരിശോധിക്കണം. ഭൂരിഭാഗം ആളുകൾ ഇവിടെ വരുന്ന ഗവൺമെന്റ് ജീവനക്കാര് പ്രിയദർശിനി അവർക്ക് കിട്ടിക്കോട്ടെ, കിട്ടണ്ട എന്നുള്ളതല്ല, പക്ഷെ നല്ല രീതിയിൽ ശമ്പളം അടക്കം വാങ്ങുന്ന ആളുകൾക്കാണ് അതിന്റെ ഗുണം ലഭിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷെ അത് നടപ്പിലാക്കിയപ്പോൾ കേരളത്തിൽ ഇന്ന് അധികാരത്തിലിരിക്കുന്ന UDFന്റെ മുഖ്യമന്ത്രിയും അല്ലെ അതിന്റെ നേതൃത്വം അടക്കം പറഞ്ഞതെന്തായിരുന്നു? മുഴുവൻ KSRTC മുഴുവൻ ബസ്സുകളിലും സൗജന്യ യാത്ര എന്നാണ് സൂചിപ്പിച്ചിരുന്നത് അല്ലെ? മുഴുവൻ ബസ്സുകളിൽ സൗജന്യ യാത്ര. സ്ത്രീകൾക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം, തീർത്ഥാടനത്തിന് പോകാം, ടൂറിന് പോകാം അല്ലെ? എവിടെ വേണമെങ്കിലും സ്ത്രീകൾക്ക് സൗജന്യമായി സഞ്ചരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്നവരാണ്. സ്ത്രീകളെ പറഞ്ഞു പറ്റിച്ച് കബളിപ്പിച്ച് അധികാരത്തിൽ വന്നവരാണ് എന്ന് വേണം അതുകൊണ്ട് സൂചിപ്പിക്കാനായിട്ട്. ഞാൻ ആ വിഷയം ദീർഘമായി പറഞ്ഞു പോവുകയില്ല. പക്ഷേ ആ പ്രിയദർശിനി യാഥാർത്ഥ്യമാക്കിയപ്പോൾ ഇന്നലെ വന്ന വാർത്ത എന്താണ്? 200ഓളം KSRTC ജീവനക്കാരെ പിരിച്ചുവിട്ടുകൊണ്ട് കേരളത്തിലെ പ്രൈവറ്റ് ബസ് അതിന്റെ പരിണാമം അല്ലെങ്കിൽ അന്ത്യം കുറിച്ചുകൊണ്ടുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ്. പ്രൈവറ്റ് ബസ് ജീവനക്കാര് നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാം കണ്ടു. അവരുടെ വിഷമം, അവരുടെ കരച്ചില്, അവരുടെ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അവർ മാധ്യമങ്ങൾക്ക് മുട്ടാകെ വന്നിരുന്നത്. ദൈനംദിനം 800, 900, 1000 രൂപയും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ ഇന്ന് പല ട്രിപ്പുകളും മുടക്കേണ്ട സാഹചര്യമാണ്. ബസ്സിൽ കയറാൻ ആളില്ലാത്ത സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മാന്യമായ കൂലി ലഭിക്കുന്നില്ല, ഞങ്ങളുടെ കുടുംബം പട്ടിണിയിലേക്ക് പോകുന്നു. അപ്പൊ ഒരു വിഭാഗത്തെ പരിഗണിക്കുമ്പോൾ ഒരു വിഭാഗത്തിന്റെ അവസ്ഥ വലിയ മോശമാകുന്ന രീതിയിലേക്കാണ് കേരളം പോകുന്നത് എന്ന് സൂചിപ്പിക്കാനാണ് പ്രിയപ്പെട്ടവരെ ഞാനത് സൂചിപ്പിച്ചത്. മറ്റൊരു കാര്യം എന്താണ്? ഈ കേരളത്തിനകത്ത് നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷക്കാലം വലിയ മനോഹരമായിട്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നടപ്പിലാക്കിയ ഒരു പദ്ധതിയാണ് മാലിന്യ നിർമ്മാർജ്ജനം അല്ലേ? കേരളത്തിനകത്ത് മാലിന്യ സംസ്കരണം എല്ലാ പഞ്ചായത്തുകളും ഹരിതകർമ്മ സേനാംഗങ്ങളെ വിന്യസിപ്പിച്ചുകൊണ്ട് വീടാന്തരം ഹരിതകർമ്മ സേനാംഗങ്ങൾ ഇൻസർഫ്യൂ വാങ്ങി അവിടുത്തെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് പാഴ്വസ്തുക്കൾ ശേഖരിച്ചുകൊണ്ട് അത് കൃത്യമായി MCF നിക്ഷേപിച്ചുകൊണ്ട് അത് സെഗ്രിഗേറ്റ് ചെയ്ത് നമ്മുടെ നാടിന്റെ ശുചിത്വം ഉറപ്പുവരുത്തുന്നതിന് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് വലിയ രീതിയിൽ ശ്രദ്ധിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് കേരളത്തിലെ പകർച്ചവ്യാധികൾ തടയുന്നതിന്, കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനാണ് വലിയ രീതിയിൽ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് മാലിന്യ സംസ്കരണം മുൻപിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലേക്ക് ഉള്ള